ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാൻ മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേത്രാണി ഐലൻഡിൽ സ്കൂബ ഡൈവിങ്ങിന് പോയതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് പോകേണ്ടത്, അതിന് അവർ തരുന്ന കാര്യങ്ങളും ട്രെയിനിങ്ങും മറ്റും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയാതെ വിട്ടുപോയ ചില കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടി ഒരുമിച്ചാണ് സ്കൂബ ഡൈവിങ്ങിന് പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓക്കെ ചെയ്ത് എല്ലാം കൺഫേമായി. പക്ഷെ അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് 2 വയസ്സുള്ള ഒരു കുട്ടി ഉള്ളത് കൊണ്ട് അവർ ഒരാൾക്കേ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു, കുട്ടീനെ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ ഐലൻഡ് കിടക്കുന്നത് 1 hour ഫ്രം ദ ഓഷനാണ്. അതായത് നമ്മൾ കരയിൽ നിന്ന് 1 മണിക്കൂർ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ട് വേണം ഈ ഐലൻഡിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 1 hour ട്രാവൽ 10 years ബിലോ ആയിട്ടുള്ള ആർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കടലാണ്, നമുക്കറിയാലോ, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കാറ്റും കോളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ വലിയ ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ ആ ഒരു കടൽക്കാറ്റൊന്നും ചിലർക്ക് പിടിക്കില്ല, വോമിറ്റിംഗ് ടെൻഡൻസിയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ മോളേനെ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഓക്കെ, ഞാൻ മോളിലെടുത്തിരിക്കാം, കാരണം ഹസ്ബൻഡിൻ്റെ അടുത്ത് അത്ര നേരം ഒന്നും മോള് ഇരിക്കാൻ സാധ്യതയില്ല എന്നറിയുന്നതുകൊണ്ട് ശരി ഞാൻ മോളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് സ്കൂബ ഡൈവിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പോയി വന്നതിന് ശേഷം ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നതൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ഇനി ഞാൻ പോവില്ല സ്കൂബ ഡൈവിങ്, ഇനി ഞാൻ ചെയ്യില്ല, 1 വർഷം ചെയ്തു, ഇനി ഞാൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട നോളേജ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഗൂഗിളിലൊക്കെ തപ്പി നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫേസ് ചെയ്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ബ്രീത്ത് ചെയ്യാനുള്ള ഇഷ്യൂ ആണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് നോർമലായിട്ട് ബ്രീത്ത് ചെയ്ത ഒരാൾക്ക് പെട്ടെന്ന് ഈ ട്യൂബ് വെച്ച് ബ്രീത്ത് ചെയ്യാൻ പാടാം. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അങ്ങനെ ബ്രീത്ത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു ഡിഫിക്കൽട്ടി ഉള്ള കാരണം. അതാണ് എൻ്റെ ഹസ്ബൻഡ് ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡീപ്പായിട്ട് പോകും തോറും ചെവി രണ്ടും ഭയങ്കര വേദന വരാൻ തുടങ്ങും. ചെവി നമുക്കറിയാലോ, ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുന്ന സമയത്ത്, ഭയങ്കര ഹൈറ്റ് കൂടിയ സ്ഥലത്തെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് ചെവിക്ക് നല്ല പെയിൻ വരും. അതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഡീപ്പായിട്ട് ഒരു 20 മീറ്റർ 30 മീറ്ററൊക്കെ താഴത്തേക്ക്, കടലിൻ്റെ അടിയിലേക്കാണോ നമ്മൾ പോകുന്നത്, അത്രയും മീറ്റർ അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതേ ഇഷ്യൂ തന്നെ ഫേസ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ ബാലൻസ് ചെയ്യേണ്ടതെന്നെല്ലാം നമ്മുടെ കൂടെയുള്ള ഗൈഡ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും എല്ലാവർക്കും അത് സഫർ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ചെവിക്കുള്ള വേദനയും ഈ ബ്രീത്ത് ചെയ്യാനുള്ളൊരു ഇഷ്യൂവും കാരണമാണ് എൻ്റെ ഹസ്ബൻഡിന് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് 1/2 hour ആണ് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം. ആ ഒരു ടൈമിനെക്കാട്ട് മുമ്പ് മൂപ്പര് മുകളിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിൾ കൈകൊണ്ട് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ നമ്മളെ മേലേക്ക് വേഗം കൊണ്ടുപോകും. അങ്ങനെയാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള, അതായത് നമുക്ക് ഫേസ് ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു പരിപാടിക്ക് പോവുക. അല്ലാതെ സീറോ നോളേജ് ആയിട്ട് ഒരിക്കലും സ്കൂബ ഡൈവിങ് പോലുള്ള ഒരു പരിപാടിക്ക് പോകരുതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ പലവർക്കും ഈ ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് പേടിയെല്ലാം കാരണം എന്താ പറയുക, തലവേദന എടുക്കാനും ടെൻഷൻ കയറി BP കൂടാനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും വരാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു നോളേജ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാലോ, ഓക്കെ ഇന്ന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിനെ പഠിപ്പിച്ചതിന് ശേഷം മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുക. പക്ഷെ എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് ഒരു വലിയ നഷ്ടമായിട്ട് ഞാനിപ്പോഴും കണക്കാക്കുന്നു. ഇനി എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.